നമസ്കാരം. PC ജോർജിന്റെ വീമ്പു പറച്ചിൽ, ആർ ബാലകൃഷ്ണപിള്ളയുടെ അഡൾട്ട്സ് ഓൺലി കഥകൾ, ശിവൻകുട്ടിയുടെ നിരാശ, ചെന്നിത്തലയുടെ വിക്ഷോഭം തുടങ്ങി കാണാനും കേൾക്കാനും നിരവധിയുണ്ട്. വിഭവങ്ങൾക്ക് ഒരു കുറവുമില്ല. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ചീഫ് വിപ്പിന്റെ കസേര പോയതോടെ അമ്പും തുമ്പും കിട്ടാതെ നടക്കുകയാണ് PC ജോർജ്. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഒരു കിടാവായി മാറി PC. ഏറ്റവും ഒടുവിൽ MLA സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കാനുള്ള മാണിയുടെ ഏർപ്പാടിന്റെ തുടർച്ചയായി സ്പീക്കറുടെ വിചാരണയും ആരംഭിച്ചു കഴിഞ്ഞു. മാണി പാർട്ടിയിൽ നിന്നുകൊണ്ട് ബാർക്കോഴ കേസിൽ പാവപ്പെട്ട മാണി സാറിനെ പ്രതിയാക്കുന്നതിന് ശ്രമിച്ചു. കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ കയറി കപ്പയും മീൻകറിയും കഴിച്ച് മാണിക്കെതിരെ കുടില പ്രവർത്തനങ്ങൾ നടത്തി. എന്തിന്? അരുവിക്കരയിൽ ACDFന്റെ പേരിൽ UDFനെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി മത്സരിപ്പിച്ചു. കുറ്റങ്ങൾ ഇതൊക്കെ പോരെ? എന്തുട്ടാക്കടാവേ ഇതെല്ലാം? ഇതങ്ങനെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. കാരണം ഒരു MLA തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ എന്ത് ചെയ്താലും അവർക്ക് ഒരവകാശമില്ല, കടമകൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ഒരു പാർട്ടി ലീഡർ പറയുന്നതനുസരിച്ച് മുഴുവൻ ചെയ്തോണമെന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കേസ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതി വരെ കേസും നടത്തി ഇങ്ങനെ നടന്നോ? പൂഞ്ഞാറും പാലായുമെല്ലാം അപ്പോഴേക്കും മാണി കൈപ്പിടിയിലാക്കും. ബാർക്കോഴ കേസിൽ നിന്ന് ഊരിപ്പോരുകയും ചെയ്യും. MLA സ്ഥാനവും പോയി കിട്ടുമോ മുൻ ചീഫ് വിപ്പിന്? പണം വരും പോകും. നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്താ കാലം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ 35,000 രൂപ ശമ്പള. വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയില്ലേ? മാണി പാറ വക്കീല, അതുകൊണ്ടാണ് മാണി വെറും പാറ വക്കീലാണ്. കോടതി പോയിട്ടില്ല. എനിക്കറിയാമല്ലോ, 1 രൂപ വക്കീൽ ഫീസ് മേടിച്ചിട്ടില്ല. ഫീസില്ല വക്കീലായിരുന്നു. വേറൊരു സന്തോഷ വാർത്തയോടെ പറയാൻ പോവാണ്. ഞാൻ ഈ ACDF പിരിച്ചുവിടണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, ആൻറ്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അത് കേരള നിയമസഭയിൽ ശ്രീ KM മാണി, എൻ്റെ പാർട്ടിയുടെ ലീഡർ KM, അദ്ദേഹം ചെയർമാൻ അല്ലെന്ന് എൻ്റെ ആർഗ്യുമെൻറ്റ്, ലീഡറാണ്. ലീഡർ KM മാണി നിയമസഭയിൽ ACDF പാർട്ടി അംഗീകരിച്ച സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പിരിച്ചുവിടണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപേക്ഷ കൊടുത്തെങ്കിലും ഈ നിമിഷം വരെ പാർട്ടി ലീഡറായ KM മാണി അത് പിരിച്ചുവിടാൻ എനിക്ക് അനുവാദം തന്നിട്ടില്ല. അതായത് അനുവാദമില്ലാതെ പിരിച്ചുവിട്ടാൽ ഇനി അത് വേറൊരു കാവുമോ എനിക്കൊരു സംശയം. അതുകൊണ്ട് ACDFനെ അല്പം കൂടി ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഉത്രാളി വെടിക്കെട്ടാട്ട, ഓണത്തിന് പുലിക്കുട്ടിയാട്ട, നാട്ടാരുടെ പൊതു സ്വത്താട്ട. വേറൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ബഹുമാനയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ഞാൻ ഉമ്മൻചാണ്ടിയോട് എല്ലാ സ്നേഹം വെച്ചുകൊണ്ട് പറയുക, KM മാണിയെ പോലെ സുഗന്ധമുള്ളവനില്ലെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അറേബ്യൻ രാജ്യത്തെ മുഴുവൻ അത്തറും കൂടെ കൊണ്ട് പൂശിയാലും മാണിയുടെ അഴിമതിക്കറയുടെ മണം മാറുകയില്ല. വെറുതെ ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കൂടെ ഈ നാറ്റം വരുത്താതിരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേർക്ക് നല്ലതാണ്, മുഖ്യമന്ത്രിക്ക് നല്ലതാണ്. പുലിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാലായിൽ മാണി പാർട്ടിക്കാർ 2 സ്ത്രീകളെ തന്നെ അണിനിരത്തി PC-യെ ശരിപ്പെടുത്തിയതല്ലേ? മാണി ഇരിക്കുന്ന വേദിയിലുണ്ടാക്കിയ കുഴപ്പങ്ങളെക്കുറിച്ച് PC വീമ്പ് പറയുന്നു എന്നതാണ് മാണി ഫാൻസുകാരുടെ ഇപ്പോഴത്തെ നിലപാട്. അല്ലെങ്കിലും PC എന്തു തെറ്റു ചെയ്തിട്ടാണ്? മാണിയും കൂട്ടരും സ്ത്രീകളെ അണിനിരത്തി CPIM മോഡലിൽ നടത്തിയ അതിക്രമമായിരുന്നു അത്രേ പാലായിൽ നടന്നത്. പാലാ സംഭവത്തെക്കുറിച്ച് ഈ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമ്പോൾ ടെലിവിഷന് മുന്നിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കാം. അടിയും ഇടിയും നടന്ന യോഗത്തിൽ PC മാണിക്കെതിരായി സംസാരിക്കാനായി ആമുഖം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആക്രമികൾ ചാടി വീഴുകയായിരുന്നു. ഞാൻ ഇത്ര സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൈക്കിലൂടെ നിർത്തവിടെ ഒരു അലർച്ച. ഞാൻ നോക്കിയപ്പോ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാ, അവൻ ഇങ്ങനെ അലറി. അപ്പോഴത്തേക്കും
ആ തടിച്ച സ്ത്രീ ഇങ്ങോട്ട് അലറിക്കൊണ്ട് വന്ന് എൻ്റെ കയ്യെ കയറി പിടിക്കുക. അവർക്ക് എന്താ എൻ്റെ കയ്യെ പിടിക്കാൻ അവകാശം? നാശം, നാണം കെട്ട സ്ത്രീ. എന്തുണ്ടാക്കണാവേ എന്തുട്ടത്, എന്തുണ്ടാക്കണാവേ എന്തുട്ടത്. ഒരുമാതിരി മാന്യതയുള്ള പെണ്ണുങ്ങളെ കയ്യെ പിടിച്ചാൽ ഒരു സുഖം. എന്തൊരു വൃത്തികെട്ട സ്ത്രീയാ ഇത്. പെണ്ണുങ്ങൾ ജോർജിനെ ഇടിച്ചിടുന്നതും കണ്ടിയാണ്. ആരൊക്കെയാന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്തിരി കായിക ബലമുള്ളതാ ഒരെണ്ണം, മറ്റേ അത്ര വലിയ ബലമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മള് കാഴ്ചക്കാരായിട്ട് പറയല്ലേ, നമുക്ക് നേരിട്ട് പരിചയമില്ലല്ലോ, കാഴ്ചക്കാരായിട്ട് പറയല്ലേ. നാളെ ആരെങ്കിലും സ്ത്രീകളെ അവമാനിച്ചു എന്ന് പറയട്ടെ, പക്ഷേ സ്ത്രീകൾക്ക് ചേരുന്ന പ്രവൃത്തിയല്ല അവിടെ നടത്തിയത് എന്നുള്ളത് വേറെ. ഒരുമാതിരി മാന്യതയുള്ള പെണ്ണുങ്ങളെ കയ്യെ പിടിച്ചാൽ ഒരു സുഖം. ജോർജ് ആരെയും തല്ലിയതായിട്ട് കണ്ടില്ല, ഇടിച്ചു വീഴ്ത്തിയതായിട്ട് കണ്ടില്ല, ഏതെങ്കിലും അവയവം കൊണ്ട് തള്ളിയതായിട്ട് കണ്ടില്ല, ഒന്നും കണ്ടില്ല. എല്ലാവർക്കും അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ കൈവശം, തള്ളിയതായിട്ട് കണ്ടില്ല. ഒരുമാതിരി മാന്യതയുള്ള പെണ്ണുങ്ങളെ കയ്യെ പിടിച്ചാൽ ഒരു സുഖം. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് PC-യെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ വിടുമ്പോൾ മാണി ഈ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ PC-യെ ശരിപ്പെടുത്താനിറങ്ങിയ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പൂഞ്ഞാറിൽ PC-ക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കണം എന്നതാണ് ബാലകൃഷ്ണപിള്ളയുടെ ഒരു ഇത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരെങ്കിലും നിർത്തിക്കോ. അത് പറ്റിയ ഒരു സ്ഥാനാർത്ഥി കണ്ടിടത്തോളം ഇവിടെ തള്ളു നടത്തിയ വനിതയാ. ഈ ജോർജിനെ പിടിച്ചുകളിയ ഒരു വനിതയുണ്ടല്ലോ, ഒരു കായശേഖരിയൊക്കെ ഉള്ളതാ. അപ്പൊ അതുകൊണ്ട് അവരാണ് നല്ല സ്ഥാനാർത്ഥി. ഒരു സ്ത്രീ പ്രാതിനിധ്യം വരും. മാണിക്ക് സ്ത്രീ പ്രാതിനിധ്യം ഇല്ല. തോക്കാനൊരു സ്ത്രീ പ്രാതിനിധ്യം കൂടെ വേണ്ടയോ? പുരുഷൻ മാത്രം തോറ്റാ പോരല്ലോ. അപ്പൊ മാണി നോക്കുമ്പോ തൊട്ടടുത്ത ഒരാളൂടെ തോക്കട്ടെ. ആരെങ്കിലും ആട്ടെ. അപ്പൊ ആ നിലയ്ക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ ഈ TV കണ്ടോണ്ടുള്ള ഒരു സന്തോഷം കൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിലും പിള്ളേച്ചൻ പണ്ടേ സ്ത്രീവിരുദ്ധനാണ്. സ്ത്രീകളെ തോൽക്കുന്ന സീറ്റിൽ നിർത്തണം എന്നതാണ് പിള്ളേച്ചൻ്റെ ഒരേ ഒരു അജണ്ട. എന്തായാലും മാണിയോട് PC എന്തു തെറ്റു ചെയ്തിട്ടാണ്? ഉദ്ഘാടനത്തിനായി മാണിയെയും PJ ജോസഫിനെയും ഒക്കെ എത്ര മാന്യമായിട്ടാണ് PC ക്ഷണിച്ചത്. ഞാൻ പറയും, മാണി ആദ്യം തുണി മാറ്റേ. മാണി മാറ്റി കേട്ടോ. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നവരെ മാണിയൊക്കെ കേട്ടു. അങ്ങനെ ഗുണമുണ്ടായി. അത് കഴിഞ്ഞപ്പം ജോസഫ് മാറ്റാൻ പറഞ്ഞു. ജോസഫ് തുണി മാറ്റി. അപ്പം രണ്ടുപേരെ എന്നെ നേരെ നോക്കി. ഞാൻ ചെന്നാൻ പറ്റി, കല്ല് മാറിപ്പോയി. അങ്ങോട്ട് ഞാൻ പറഞ്ഞു, ജോസഫ് മാണിയുടെയും മാണി ജോസഫിൻ്റെയും തുണി മാറ്റി, സാറയില്ലെന്ന് പറഞ്ഞു. അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, രണ്ടുപേരും സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. കുഞ്ഞാട് കേൾക്കുന്നവർ രണ്ടുപേരും കേട്ട് ഇറങ്ങി സന്തോഷമായിട്ട് പോയി. അതാണ് സത്യം. എന്നിട്ട് മാണി മുഴുപ്പ് പറയുക, ഇവിടെ വന്ന് നിന്ന്, സ്റ്റേജിൽ വന്ന് നിന്ന്. അഡൾട്ട്സ് ഓൺലി എല്ലാം ആദ്യമേ തന്നെ തീർത്തത് നന്നായി. ഇനി അഭിനേതാക്കളാകാൻ താല്പര്യമുള്ളവർ കണ്ടുപഠിക്കേണ്ട ചില പ്രകടനങ്ങളാണ്. മാണിയെയും കുട്ടിയമ്മയെയും പാടിപ്പാടി വാഴ്ത്തിയിരുന്ന ഭൂതകാലവും ഇരുവരെയും തെറി പറഞ്ഞു നടക്കുന്ന പുതിയ കാലവും രണ്ടും PC ജോർജിൻ്റേതു തന്നെ. മാണിയുടെ സമ്പാദ്യത്തിലുണ്ടായ കണക്കില്ലാത്ത വളർച്ചയെക്കുറിച്ചാണ് PC-യുടെ അടുത്ത വേവലാതി. മാണിയുടെ സ്വത്ത് എന്ന് പറയുന്നത് 65-40 സെന്റ് സ്ഥലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ഭാര്യാഭർത്തകന്മാരെ ജീവിച്ച് പാരമ്പര്യമുള്ള മാണി സാറും കുട്ടിയമ്മച്ചേടത്തിയും കൂടെ. മാണിയും കുട്ടിയമ്മച്ചേടത്തിയും 57 കൊല്ലമായി അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ ഒരു കാലമാണ് ഞാൻ ആലോചിച്ചു. ഞാനവിടെ പോവും. കുട്ടിയമ്മച്ചേടത്തി മാങ്ങ പൂളിത്തരും, ഞാൻ തിന്നും. മാണി സാറിനെ കണ്ടി കുട്ടിയമ്മച്ചേടത്തെ കണ്ട് പഠിക്കണം. മാണി സാറിനെ കണ്ടി കുട്ടിയമ്മച്ചേടത്തെ കണ്ട് പഠിക്കണം. അന്ന് ചട്ടയും മുണ്ടുമായിരുന്നു ചേടത്തി. ഇപ്പൊ ആ ചേടത്തി മസ്ലിൻ സാരിയൊക്കെ ആയി. നന്നായി വരട്ടെ. MGR ಪಾತ್ರಕ್ಕೆ, ಶಿವಾಜಿಯ ಪಾತ್ರಕ್ಕೆ, ರಜನಿಯ ಪಾತ್ರಕ್ಕೆ, ಕಮಲ ಪಾತ್ರಕ್ಕೆ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ പറഞ്ഞാലും മാണിയെ കുറെ കാലം സാറേ സാറേ എന്ന് വിളിച്ച് പിന്നാലെ നടന്നതല്ലേ. എന്തിനാ PC ആ വിളിയെല്ലാം വിളിച്ചത്? ഈ മാണി സാറെന്ന് വിളിക്കാൻ കാര്യം എന്താണെന്ന് നമുക്കറിയാമോ? ജോർജ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല പൂജാറുകാരോട്. ജോർജ് സാറെന്ന് വിളിച്ചൊരു അംഗീകാരം ജോർജ് സാറിനുള്ളപ്പോ അങ്ങേർക്ക് പകരം റിബല് ചെയ്യുന്ന മാണിയെ വെറും കുഞ്ഞുമാണി എന്ന് വിളിച്ചുകൊണ്ടാ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും കൂടെ കൂടി മാണി സാറെന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയായി മാണി സാറായത്.
അത് ഞാനല്ല, പൊട്ടംകുളത്ത് അപ്പച്ചന്റെ പുസ്തകത്തിന് എഴുതിയിട്ടുണ്ട് ഈ കാര്യം. ജോർജ് ഒന്നും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇല്ല, അങ്ങനെയായി മാണി സാറായത്. ഞാനിക്കൊന്നും മാണി സാറെന്ന് വിളിക്കാൻ എന്നെ ഒരു ക്ലാസ്സിലും കണക്ക് പഠിപ്പിച്ചിട്ടില്ല പുള്ളി. ആ മാണി സാറിന്റെ മകനെക്കുറിച്ചാണ് പണ്ട് സരിത എസ് നായർ പലതും പറഞ്ഞു നടന്നത്. സരിതയുടെ കാര്യത്തിൽ പിള്ളേച്ചൻ എന്തായാലും ഒരു തർക്കവുമില്ല. കയ്യിൽ തെളിവുമായി വന്ന സരിതയുടെ കാര്യം തന്നെ. തെളിവെന്തോ അതിക്കുള്ളൊരു പെണ്ണും പിള്ള കോട്ടയം ജില്ലയിലെ ഒരാളെ പറ്റി ഒരു കടലാസ് നോക്കി കാണിച്ച് പറഞ്ഞു ഇയാളും ഞാനും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് വായിക്കാം TV യിൽ. കാരണം ഞാൻ ഇത് കണ്ടതായോണ്ടോ ശരിയാന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ കമ്മീഷനിലും പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ തെളിവ് വേണം. ഇനി രണ്ടുപേരെ എന്തോ പരിശോധിക്കണം, അല്ല എന്തോ പരിശോധിക്കണം. കുറെ പ്രായമൊക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക, എങ്ങനെ പരിശോധിക്കണം, എങ്ങനെ പരിശോധിക്കണം, എന്തോ പരിശോധിക്കണം. അതിന് പറഞ്ഞ ഒരു മറുപടി ഒരു മന്ത്രി പറഞ്ഞത്, സരിതയ്ക്ക് ഇനി പിള്ളേരൊന്നും ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നെന്നാണ്. രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആ കത്ത് ജോർജ് എന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടൊന്ന് കാണിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോഴില്ലെങ്കിലും കസ്റ്റഡിയിലുണ്ട്. ഇപ്പോ അത് വെളിവിട്ടാലും ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പക്ഷെ എന്റെ തറവാട് അറിയപ്പെടുന്നതായതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിള്ളേച്ചന് അറിയുന്നത് പോലെ ആർക്കറിയാം ഇത്തരം കാര്യങ്ങൾ? മാത്രമല്ല കൊട്ടാരക്കരയിലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും പലതും അറിയാമത്രേ. ഈയിടെ ഒരു പള്ളിക്കൂടത്തിലെ അധ്യാപകൻ ഒരു ദിവസം രാവിലെ ഈ നോട്ടെണ്ണുന്നതിന്റെ വാർത്ത വന്നതിൻ്റെന്നാണ് ചൊവ്വയിൽ ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് അയച്ചല്ലോ, ഉപഗ്രഹമോ റോക്കറ്റോ ഏതാണ്ട്. നമ്മൾ വായിച്ചു 1 കൊല്ലം എടുത്തവിടെ എത്താൻ. അപ്പൊ രാവിലെ ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ചെന്നപ്പോ ചോദിച്ചു, പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്താ? ഒരു ഭാഗം അധ്യാപകരുണ്ട് ഇവിടെ കാണും. ഒരു കാര്യത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. ഒരു പള്ളിക്കൂടത്തിൽ അമ്മയെ പറ്റി പഠിപ്പിക്കാനാണ് പാല് കരുതി ആരാന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു മിൽമയാന്ന്. അപ്പൊ അമ്മ എന്നുള്ളത് പഠിപ്പിക്കാനാ പ്രൈമറി സ്കൂളിലാണ്. അപ്പൊ കൊച്ചിന്റെ വീട്ടിൽ പാല് കൊടുക്കുന്നത് മിൽമയാന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി എണീറ്റ് നിന്ന്, സാർ ഇന്ന മന്ത്രിയുടെ വീട്ടിന് പുതിയ മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നോട്ടിടുന്ന യന്ത്രം. 4ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുന്ന കുട്ടിയാ. ഈ രാജ്യത്തെ പച്ചയ്ക്ക് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഈ സംഭവങ്ങൾ. വയസ്സിന് മൂത്തോർക്ക് നാട്ടിലെ ലേഡീസിൻ കൂട്ടത്തി തൊട്ടല് മൊത്തത്തി. പുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? PC-യുടെ ഭാവി അവതാളത്തിലാക്കാനാണ് മാണിയുടെ നീക്കം. PC-യെ സ്പീക്കർ രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഗുലുമാല്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശിലാഫലകം കേരളത്തിൽ ഉണ്ടാകുന്നത്.